റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരെ ആദരിക്കാത്തവരും കുട്ടികളോട് കരുണ കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. ഒരു വീട്ടിൽ കാണപ്പെടുന്ന രണ്ട് വിഭാഗമാണ്, ഒന്ന് മുതിർന്ന മാതാപിതാക്കൾ, മറ്റൊന്ന് ചെറിയ മക്കൾ. മുതിർന്നവരെ ആദരിക്കണം, ബഹുമാനിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവർക്ക് ഖൈറാത്തുകൾ നൽകണം. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ ഖൈറുണ്ടാകും. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ഒരു വീട്ടിലാണ് ഖൈറുണ്ടാവുക. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതിനു പുറമെ നമ്മുടെ വീട്ടിൽ നന്മയും ശാന്തിയും ഉണ്ടാകാൻ പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആട്ടിയോടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖല അർ-റജുലു ബൈതഹു വദകറ ഇസ്മല്ലാഹി ഇൻദ ദുഖൂലിഹി വഇൻദ തആമി യഖൂലു അശ്-ശൈത്താനു ലാ മബീത ലക്കും വലൽ അശാ. ഒരു വ്യക്തി തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കയറിയാലും, അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും പിശാചുക്കൾ പറയും, ഇന്നിവിടെ താമസിക്കാൻ നമുക്ക് കഴിയില്ല, ഇന്നിവിടെ നമുക്ക് ഭക്ഷണവുമില്ല. ഇപ്രകാരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറേണ്ടത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫീ ബുയൂതികും ഫഇന്ന അശ്-ശൈത്താന ലാ യദ്ഖുലു ബൈതൻ അല്ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. അവിടെ പ്രത്യേകം റസൂൽ എടുത്തു പറഞ്ഞു, ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണം നമ്മളൊക്കെ നിർവഹിക്കുന്നതാണ്, പക്ഷെ പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വെച്ചോദണം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട്, സൂറത്തുൽ ബഖറ ഓതാൻ ശ്രദ്ധിക്കണം. എന്താണത്? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച് നിൽക്കുകയില്ല, പിശാച് ഓടിയകലും. ശൈത്താനെ അകറ്റാൻ നിങ്ങൾ വീടുകളിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നമസ്കരിക്കണം. ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും. നിങ്ങളുടെ നമസ്കാരം അധികവും നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം എന്ന് മാത്രമല്ല, പ്രവാചകൻ ഇത്ര കൂടി പറഞ്ഞു, ഫഇന്ന അഫ്ളലസ് സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഒരു വ്യക്തി വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണ്, 5 വക്ത് നിർബന്ധ നമസ്കാരം ഒഴികെ. അപ്പോൾ ആ 5 വക്തിലെ നിർബന്ധ നമസ്കാരം അത് ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കേണ്ടതാണ്. അതല്ലാത്ത മുഴുവൻ നമസ്കാരങ്ങളും വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഒരു ഇല്ലത്തായി, കാരണമായി പ്രവാചകൻ പറഞ്ഞത്, ഇന്നല്ലാഹ ജാഇലുൻ ബിസ്വലാത്തിഹി ഫീ ബൈതിഹി ഖൈറാ. തീർച്ചയായും ആ വ്യക്തിയുടെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരം കൊണ്ട് അല്ലാഹു ആ വീട്ടിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖള സൗജതഹു വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത് വഅയ്ഖളത് സൗജഹാ. ഒരു സ്ത്രീയോട് അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തൻ്റെ ഭർത്താവിനെ കൂടി വിളിച്ചെഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ കൂടി നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരു പുരുഷനോട് അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ, ആ വ്യക്തി രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തൻ്റെ ഭാര്യയെ കൂടി വിളിച്ച് അതിൽ പങ്കാളിയാക്കുകയും ചെയ്യുന്നു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതിനു പുറമെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കണം. കാരണം ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ യാതൊരു വീട്ടിലേക്കും സലാം പറയാതെയും അനുവാദം ചോദിക്കാതെയും കയറാൻ പാടില്ല. അനുവാദം ചോദിച്ചുകൊണ്ടേ മറ്റു വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് എത്തി നോക്കിയ ഒരാളോട് പ്രവാചകൻ പറഞ്ഞത്, ഞാനത് കണ്ടിരുന്നെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ അജ്ലിൽ ബസർ. അനുവാദം ചോദിക്കാനുള്ള നിയമം തന്നെ വെച്ചത് കണ്ണിനെ ഭയന്നിട്ടാണ്. ആ വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഒരു നോട്ടം കൊണ്ടുപോലും ഒരു വീടിന്റെ സുരക്ഷിതത്വത്തെ ഇല്ലാതെയാക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഭൂമി, അള്ളാഹു നൽകിയ വീട്, അവിടെ സമാധാനത്തോടുകൂടി കൂടാൻ അള്ളാഹു സംവിധാനിച്ചതാണ്. അതിനെതിരിൽ ആര് പ്രവർത്തിച്ചാലും അവർ അക്രമികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നാം നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സലാം പറയണം. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ.
അനുഗ്രഹീതമായ ഏറ്റവും നല്ല സലാം, ആ സലാമോടുകൂടിയാണ് സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സലാം കൊണ്ട് അള്ളാഹു ആ വീട്ടിൽ ബറക്കത്തും റഹ്മത്തും ഉണ്ടാക്കും. കാരണം നാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൽ നിന്നുള്ള സലാം, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ബറക്കത്ത് ഇതൊരു വീട്ടുകാർക്ക് ലഭിച്ചാൽ പിന്നെ ആ വീട്ടുകാർ ഭാഗ്യവാന്മാരായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും നീ പുറത്തു തരണമേ എന്നിങ്ങനെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി എല്ലാം നല്ല പ്രാർത്ഥനയും ഉണ്ടായിരിക്കുക. ഇങ്ങനെ പ്രവർത്തനവും പ്രാർത്ഥനയും ഉൾക്കാഴ്ചയും എല്ലാം ഒത്തുചേർന്നാൽ സമാധാനമുള്ള നന്മ നിറഞ്ഞ ഒരു വീടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.